السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن عمران بن حسين رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير أمتي القرن الذين بعثت فيهم ثم الذين يلونهم ثم الذين يلونهم والله أعلم أذكر الثالث أم لا ثم يظهر قوم يشهدون ولا يستشهدون وينذرون ولا يوفون ويخونون ولا يؤتمنون ويفشو فيهم السمن رواه أبو داود. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, പുതിയ തരം ഭക്ഷണം കണ്ടാൽ ഓടിക്കൂടുന്നവർ, സാക്ഷി നിൽക്കാൻ വെമ്പൽ കൊള്ളുന്നവർ, ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം. അവിടുന്ന് പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ വെച്ച് ഏറ്റവും ഉത്തമമായവർ അൽ ഖർനുൽ ലദീന ബുഇസ്തു ഫീഹിം, ഞാൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്, അതായത് സ്വഹാബാക്കളാണ്. എൻ്റെ ഉമ്മത്തികളിൽ വെച്ച് ഏറ്റവും ഖൈറായവര്. സുമ്മല്ലദീന യലൂനവും, പിന്നെ അവരോട് അടുത്തവരാണ്, സഹാബത്തിനോട് അടുത്തവർ താബിഈങ്ങൾ. സുമ്മല്ലദീന യലൂനവും, പിന്നെ അവരോട് അടുത്തവരാണ് താബിഈങ്ങൾ. അങ്ങനെ ഈ രണ്ട് കൂട്ടം ആൾക്കാരാണ് മുത്തുനബിയുടെ ഉമ്മത്തികളിൽ വെച്ച് ഏറ്റവും ഖൈറായവർ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വല്ലാഹു അഅലമു അദക്കറ സാലിസ, മൂന്നാമതൊരു വിഭാഗത്തെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. റാവിന്റെ സംശയമാണ്. അംല പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ നബിതങ്ങൾ പറയുന്നു, സുമ്മ യദ്ഹറു ഖൗമൻ, പിന്നീട് മൂന്നാമതൊരു കാലഘട്ടം, മൂന്നാം നൂറ്റാണ്ട്, ഒന്നാം നൂറ്റാണ്ട് പറഞ്ഞു, രണ്ടാം നൂറ്റാണ്ട് പറഞ്ഞു, ഇനി മൂന്നാം നൂറ്റാണ്ട് അവര് ഏറ്റവും നല്ല ആൾക്കാരാണ് എന്ന് നബിതങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടില്ല. നബിതങ്ങൾ എന്നിട്ട് പറയുകയാണ്, സുമ്മ യദ്ഹറു ഖൗമുൻ, പിന്നെ ഒരു വിഭാഗം ഇവിടെ വരും, യശ്ഹദൂന, അവർ സാക്ഷി നിൽക്കും, വലാ യുസ്തശ്ഹദൂന, സാക്ഷി നിൽക്കാൻ അവരെ ആരും ക്ഷണിച്ചിട്ടൊന്നും ഉണ്ടാകൂല. എന്തിനും ഏതിനും സാക്ഷി നിൽക്കും, എൻ്റെ പേരുണ്ടാകണം എന്നുള്ളതിന് വേണ്ടി അവരെല്ലാത്തിനും സാക്ഷി നിൽക്കാൻ വേണ്ടി അവർ വെമ്പല് കൊള്ളും. അങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ പിന്നീട് വരും. വയൻസിറൂന, അവരിങ്ങനെ നേർച്ചയാക്കും, പലതരത്തിലും അതിനും ഇതിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പല കാര്യങ്ങൾക്കും അവർ നേർച്ചയാക്കും. വലാ യൂഫൂന, അവര് നേർച്ചയെ പൂർത്തിയാക്കി വിടൂല. യൂഫൂന ബിന്നസ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേർച്ചയാക്കിയാൽ ആ നേർച്ചയെ നിങ്ങൾ പൂർത്തിയാക്കി വീട്ടണം, വീട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അതികഠോരമാണ് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്, അവർ നേർച്ചയാക്കും, അവരെന്താവൂല, നേർച്ച അവര് പൂർത്തിയാക്കി അവര് വീടുകയില്ല. അതിനെ വീടാനുള്ള ഒരു മനസ്സൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതങ്ങനെ അത് അവിടെ കിടക്കും. വയഖൂനൂന, അവര് ജനങ്ങളെ ചതിക്കും, വഞ്ചിക്കും. വലായി ഉത്തമനൂന, ആരും തന്നെ അവരെ വിശ്വസിക്കുകയില്ല. എന്തെങ്കിലും വിശ്വസിച്ച് കാര്യം ഏൽപ്പിച്ചാൽ അവരും അത് വഞ്ചിക്കും, അത് വേണ്ടുന്നത് പോലെ ചെയ്യൂല. ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് വേണ്ടുന്ന പോലെ എന്താക്കണം, ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് ഏറ്റെടുക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ഏറ്റെടുത്ത അയാൾ എന്താകും, അവരെ വഞ്ചിക്കും. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം വരും. അവരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരും. തന്നെയുമല്ല സിമൻ, അവരുടെ ഇടയിൽ സിമന് വ്യാപിക്കും. അതായത് ഭക്ഷണത്തോടുള്ള അമിതമായ പ്രിയം. എവിടെ ഭക്ഷണം കണ്ടാലും അവിടെ ഓടിക്കൂടും. ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക എന്നുള്ളത്
അവർക്ക് ഭക്ഷണത്തിനോടും സമ്പത്തിനോടുമുള്ള ദുനിയാവിനോടുള്ള പ്രിയം അവർക്ക് വർദ്ധിക്കും. ദുനിയാവിനോടുള്ള പ്രിയം വർദ്ധിക്കുമ്പോഴാണ് ഭക്ഷണം നല്ലോണം കഴിക്കണം, ഭക്ഷണം നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം എന്നുള്ള രീതിയിൽ എവിടെ നല്ല ഭക്ഷണം കിട്ടുന്നു എന്നുള്ളതിലേക്ക് ഓടിച്ചെല്ലും മനുഷ്യന്മാര്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം പിന്നീട് വരും. ആ നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരെ നല്ലവരാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഏറ്റവും ഉത്തമമായവർ എൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, പിന്നെ അവരോട് അടുത്തവർ, പിന്നെ അവരോട് അടുത്തവർ. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അതാണോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ ഭക്ഷണം നല്ലോണം കഴിക്കണം. അവൻ്റെ തടിക്ക് ഒരു പോറലും പറ്റാൻ പാടില്ല. തടി നല്ലോണം തടിച്ച് വണ്ണം വെക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ലേ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടം സിമനി വല്ലാതെ വ്യാപിക്കും, ഭക്ഷണപ്രിയം വല്ലാതെ വ്യാപിക്കും. ഇങ്ങനെ ഒരു കാലഘട്ടം പിന്നീട് വരുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ച മാതൃക പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ ആശിക്കായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.